മോനെ മസാലയൊക്കെ കിടിലനായിട്ട് പിടിച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ചിക്കൻ തവ ഫ്രൈ ആണ്. അത്യാവശ്യം ഹെൽത്തി പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് ഓൾറെഡി മസാല തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു ഇൻസൈഡ് ദ ചാക്ക്. ഇതൊക്കെയാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, പുതിനയില, കുറച്ച് തൈര്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. നമുക്ക് ആദ്യം ഈ സാധനങ്ങളൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പുതിനയില, മല്ലിയില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കനിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ ഞാൻ ഓൾറെഡി വരഞ്ഞു വെച്ചാണ്. അതിലേക്ക് ഈ മസാല ആദ്യം ഇടാം. ഓക്കെ, നമ്മൾ ആ മസാല മൊത്തം ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഒരു 1.5 സ്പൂൺ ഗരം മസാല, 1.5 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പിടുക. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് തവയിലേക്കല്ല വെക്കണം. നമ്മൾ കുക്കറിൽ ഒരു വിസിലടിക്കണ അത്രയും നേരം ഒന്ന് കുക്കറിൽ വേവിച്ചിട്ട് അതിന് ശേഷമാണ് തവയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് തട്ടാം. നമ്മൾ ആദ്യം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. രണ്ട് പീസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഞാൻ കുക്കറിൽ കുക്ക് ചെയ്തിട്ടൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. നമുക്കിതിനൊരു പാനിലേക്ക് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു സോസും കൂടി ഉണ്ടാക്കാം. കുറച്ച് മല്ലിയില, പുതിനയില, പച്ചമുളക്, ഗാർലിക്ക്, പിന്നെ ഒരു 10-12 കാഷ്യൂനട്ട്, പിന്നെ ഒരു സ്പൂൺ തൈര്. ഇതൊക്കെ കൂടെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സോസായി. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചപ്പാത്തിയും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാം. ഹൈ മോനെ
മസാലയൊക്കെ കിടിലനായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ കുക്കറിൽ വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻ ഞാനിന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. കിടിലം, ഈസിയാണ്. ഒരു ചപ്പാത്തിയും സോസും കൂടെ ട്രൈ ചെയ്തതാണ്. സെറ്റ് സാധനം.